പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഓഗസ്റ്റ് 13, 2026 കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ശവസംസ്കാര ചടങ്ങ് നടന്നു. ആ ശവസംസ്കാര ചടങ്ങിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ആണ്, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ആ പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരം നടത്തിയത് ആ സർവകലാശാലയിലെ വൈസ് ചാൻസലറും സാങ്കേതിക സർവകലാശാലയുടെ കൂടി വൈസ് ചാൻസലറുമായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് എന്ന് പറയുന്ന ആ വനിതയാണ്. അവരുടെ കൂടി സാന്നിധ്യത്തിൽ അവർ അപ്പുറത്തൊരു മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ആ വനിതയെ പ്രതീകാത്മകമായി അവരുടെ ശവസംസ്കാരം നടത്തിയത്. സുഹൃത്തുക്കളെ, ആ ശവസംസ്കാര ചടങ്ങിൻ്റെ ഒരു വീഡിയോ ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. നമ്മളതൊന്ന് കാണണം. സുഹൃത്തുക്കളെ, നമ്മൾ ആ വീഡിയോ കണ്ടല്ലോ. എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് SFIയുടെ വിദ്യാർത്ഥികൾ അവിടെ വന്നത്. ചുമന്ന ഒരു തുണി, പൂക്കൾ, ഒരു മണി, ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വ്യക്തി മരിച്ചാൽ എന്തൊക്കെ സംഭവവികാസങ്ങളാണോ ഉണ്ടാകുന്നത് അതെല്ലാം അവിടെ അവർ റീക്രിയേറ്റ് ചെയ്തു. കരച്ചിൽ, പൊട്ടിക്കരച്ചിൽ, പെൺകുട്ടികളും ആൺകുട്ടികളും കരയിൽ, ഇതൊക്കെ അവിടെ നടന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയെങ്കിലും ഈ കാട്ടാള വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിൽ നിരോധിക്കാനുള്ള ആർജവം, ഇച്ഛാശക്തി അത് ഈ സർക്കാർ കാണിക്കണ്ടേ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എത്ര ഹീനവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള സംഭവവികാസം അവിടെ നടന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറെ, ആ സർവകലാശാലയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് വൈസ് ചാൻസലർ, അതും ഒരു വനിതയെ, അതും ഉന്നത അക്കാദമിക നിലവാരമുള്ള ഒരു വനിതയെ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ പ്രവർത്തകർ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തുകയാണ്. സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ തലയിലേക്ക് വന്നത് 2006 ഇതേ വിദ്യാർത്ഥി സംഘടന ഇതിനു മുമ്പ് ഒരു പ്രതീകാത്മക നാടുകടത്തൽ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ജനിതകത്തിലുള്ളതാണ് അവർ ഈ ചെയ്യുന്ന പണി എന്ന്, അവരുടെ DNA-യിലുള്ളതാണ് അവർ ഈ ചെയ്യുന്ന പണി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. 2006 ആണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച്, അന്ന് പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ, SNC ലാവ്ലിൻ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞു. SNC ലാവ്ലിൻ കേസിൽ പിണറായി പ്രതിയാണെന്നല്ല, SNC ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് പറയുന്നു.
അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. പിണറായി വിജയൻ ഊർജ്ജ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ SNC ലാവലിനുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ചെയ്യപ്പെട്ട കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് 2006 ജസ്റ്റിസ് VK ബാലിയും ജസ്റ്റിസ് ദേബി കോശിയും അടങ്ങുന്ന ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു. അന്ന് SFIയുടെ കശ്മലന്മാർ കാട്ടാളന്മാരെന്താ ചെയ്യുന്നറിയോ? പ്രതീകാത്മകമായി ജസ്റ്റിസ് JB കോശിയെ നാട് കടത്തി. 2006 മുതലേ അവരുടെ ജനിതകത്തിലുള്ളതാണ്. അതായത് 20 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അവർ പാലക്കാട് ഏതോ ഒരു കോളേജിലൊരു വനിതാ പ്രിൻസിപ്പാളിൻ്റെ ശവകുടീരം ഉണ്ടാക്കി. ലോ കോളേജിലെ ഒരു വനിതാ പ്രിൻസിപ്പാളിനെ ഇതുപോലെ പീഡിപ്പിച്ചു, മാനസികമായി പീഡിപ്പിച്ചു. എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിച്ചു. കാസർഗോഡ് ഒരു കോളേജിൽ പ്രിൻസിപ്പാൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പടക്കം പൊട്ടിച്ച് അവരെ ഭയപ്പെടുത്തി. അപ്പോൾ ഇത് ഈ SFI എന്ന് പറഞ്ഞ സംഘടനയുടെ ജനിതകത്തിലുള്ളതാണ്. അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ പുതിയ ഒരു അധ്യായമാണ്, ഒരു ഏടാണ് ഈ കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ ഉണ്ടായത് എന്ന് എനിക്ക് സൂചിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇതിന് SFIക്കാർ പറയുന്നത് അവർ 24 ദിവസമായി സമരം നടത്തിക്കൊണ്ടിരുന്നു, അവരുടെ സമരത്തെ പരിഗണിച്ചില്ല, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് അവർ പറയുന്നത്. ഒന്നുമല്ല. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഈ സിസ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള, CPM എന്ന് പറഞ്ഞ പാർട്ടിക്കെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയില്ല, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവായി ഇപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്ന പിണറായി വിജയൻ എന്ന വിജയന് ഈ സിസ തോമസ് പറഞ്ഞിട്ടുള്ള വനിതയോടുള്ള അടങ്ങാത്ത പകയുടെ പ്രതിഫലനമാണ് ഈ SFIക്കാർ അവിടെ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ സ്ത്രീയൊന്നും അല്ല ഈ ഡോക്ടർ സിസ തോമസ്. സിസ തോമസിനോട് വർഷങ്ങളായി പിണറായി വിജയന് പകയുണ്ട്. എന്താ പകയുടെ പ്രധാനപ്പെട്ട കാരണം? അത് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച സമയം മുതൽ തുടങ്ങിയതാണ് ഈ പകയും വൈരാഗ്യവും. എന്നിട്ട് അവർ റിട്ടയർ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കാതിരുന്നു. അത് പിന്നീട് അവർ കോടതിയിൽ പോയി വാങ്ങി. അതിനുശേഷം അവരെ ഗവർണർ കുറച്ചു കാലം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അവരെ നിയമിച്ചു. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുമോ? അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ അവർ അഴിമതി കണ്ടാൽ അവർക്ക് അത് അംഗീകരിച്ച് പോകാൻ പറ്റില്ല. അഴിമതി കണ്ടാൽ അവരതിനെ എതിർത്തിരിക്കും. അത് അവരുടെ ഒരു വേ ഓഫ് ലൈഫാണ്. ആ കാര്യത്തിൽ ഞാനും അവരും ഒരുപോലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് നിന്നപ്പോൾ അതിഭീകരമായിട്ടുള്ള അഴിമതി അവിടെ നടത്തുന്നത് അവർ പുറത്തു കൊണ്ടുവന്നു. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു സ്കിൻറ്റിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കി. ആ റിപ്പോർട്ട് അവർ ഗവർണർക്ക് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഗവർണർ അക്കൗണ്ടന്റ് ജനറലിന് കൊടുത്തു. അതൊക്കെ കണ്ടപ്പോൾ പിണറായി വിജയൻ പല്ലിറുമുകയായിരുന്നു. എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇങ്ങനെ അടങ്ങാത്ത പകയോടുകൂടിയിരുന്ന സമയത്താണ്, പുതിയ ഗവർണറാണെന്നാണ് എൻ്റെ ഓർമ്മ, പുതിയ ഗവർണർ ഈ ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കാൻ തീരുമാനമെടുത്തു. അതോടുകൂടി പിണറായി വിജയൻ്റെ സർവ്വ കെട്ടും വിട്ടു. പിണറായി വിജയൻ പിന്നെ ഇരിക്കപ്പുറത്തിയില്ലാതായി. പിണറായി വിജയൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാനത് അംഗീകരിക്കില്ല, ഒരു കാരണവശാലും ഈ നിയമനം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നറിയാവോ? 2 തവണ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഗവർണറെ നേരിട്ട് കണ്ടു. ആലോചിച്ചോണം, നേരിട്ട് കണ്ടു. പക്ഷേ ഗവർണർ പറഞ്ഞു, ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ അവരെ നിയമിച്ചിരിക്കും, അവർ കഴിവുള്ള സ്ത്രീയാണ്, കാര്യക്ഷമതയുള്ള സ്ത്രീയാണ്, അവരെ ഞാൻ നിയമിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ത് പറഞ്ഞെന്നറിയാവോ? പിണറായി വിജയൻ പറഞ്ഞു, അങ്ങനെ അവരെ നിയമിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സജി ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരാളെ നിയമിക്കണമെന്ന്. ആരാണ് സജി ഗോപിനാഥ്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ വൈസ് ചാൻസലറായിട്ടിരുന്നപ്പോഴത്തേക്കും എല്ലാ അഴിമതികളും നടത്തുകയും സിസ തോമസ് സമർപ്പിച്ച റിപ്പോർട്ടിലെ അഴിമതിയുടെ പ്രഭവ കേന്ദ്രവുമായിരുന്നു ഈ സജി ഗോപിനാഥ്. അപ്പോൾ ആ സജി ഗോപിനാഥിനെതിരെ, സജി ഗോപിനാഥ് അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഈ സിസ തോമസിനെ പിണറായി വിജയൻ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം പിണറായി വിജയൻ പറഞ്ഞു, ശരി, ഇവരെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കാം, പക്ഷേ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഈ അഴിമതിക്കാരനായിട്ടുള്ള സജി ഗോപിനാഥിനെ വെക്കണം എന്ന് പറഞ്ഞു. ആരാണ് സജി ഗോപിനാഥ്? ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ജയിലിൽ കിടന്നില്ല. അയാളുടെ വിശ്വസ്ത വിനീത വിധേയനാണ് സജി ഗോപിനാഥ്. സജി ഗോപിനാഥിനെ കൊണ്ട് ശിവശങ്കരൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് തന്നെ ശതകോടികളുടെ അഴിമതി നടത്താനാണെന്നാണ് ആരോപണം. അപ്പോൾ പിണറായി വിജയന് വളരെ വേണ്ടപ്പെട്ടവനാണ് സജി ഗോപിനാഥ്.
ആ സജി ഗോപിനാഥിനെതിരായി അഴിമതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സിസ തോമസ് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് വിജയൻ ഇവരോടുള്ള പകയും വൈരാഗ്യവും. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു? അവരെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഗവർണർ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറിൻ്റെ ചാർജും കൂടെ കൊടുത്തു. സിസ തോമസ് സംസ്കൃത സർവകലാശാലയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒടുക്കത്തെ അഴിമതിയും സ്വജനപക്ഷപാതവും. കഴിഞ്ഞ 10 വർഷക്കാലം അവിടെ നടന്ന നിയമനങ്ങളിൽ 99% CPM-കാർ, അത് സാറന്മാരായാലും സ്റ്റാഫായാലും ഒക്കെ തന്നെ. അതിനെക്കുറിച്ചും സിസ തോമസ് റിപ്പോർട്ടുണ്ടാക്കി ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ CPM-കാരനും പിണറായി വിജയനും സഹിക്കോ സുഹൃത്തുക്കളെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ച് ഈ കുട്ടിക്കുരങ്ങന്മാരെ വിജയൻ ഇറക്കി വിട്ടതാണ് ഇവരുടെ ഈ പ്രതീകാത്മക ശവസംസ്കാരം നടത്താന്നുള്ളതിന് ഒരു സംശയവുമില്ല. അല്ലാതെ SFI-കാരുടെ സമരത്തിലുള്ളവർ പുറംതിരിഞ്ഞു എന്നുള്ളതൊന്നുമല്ല. സിസ തോമസ് അഴിമതിക്കെതിരെ പോരാടുന്നവരാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഈ പണിക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പോൾ സർക്കാർ വേറെയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ വിജയൻ്റെ സർക്കാരല്ല ഇവിടെയുള്ളത്. വിജയൻ ചവിറ്റോട്ടെ കിടക്കുകയാണ് കീറക്കടലാസായിട്ട്. ഇവിടെ UDF-ൻ്റെ ഒരു സർക്കാരാണ് ഉള്ളത്. അവർക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അവരത് ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ അവരെ നമുക്ക് വിമർശിക്കേണ്ടി വരും. അവർ ചേർത്ത് നിർത്തണം സിസ തോമസിനെ, സർക്കാർ ചേർത്ത് നിർത്തണം, സർക്കാർ അവരെ സംരക്ഷിക്കണം. അവർക്കെതിരെ പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരം നടത്തിയവർക്കെതിരെയൊക്കെ കടുത്ത അച്ചടക്ക നടപടിയെടുക്കണം, കേസെടുക്കണം, തൂക്കി അകത്തിടണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്, ഭരണകൂടം ചെയ്യേണ്ടത്. അത് ചെയ്യണം. അതോടൊപ്പം തന്നെ പൊതുമണ്ഡലം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കണം. കാരണം അവരൊരു അഴിമതി വിരുദ്ധ പോരാളിയാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. വ്യക്തമായി അറിയാം. അവർ അഴിമതിയോട് സന്ധി ചെയ്യില്ല, അവർക്കതിന് കഴിയില്ല. അഴിമതിക്കെതിരായി പോരാടുക എന്നുള്ളത് അവരുടെ ഒരു ജീവിത ശൈലിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് അവരെ സംരക്ഷിക്കണം, ഭരണകൂടം അവരെ സംരക്ഷിക്കണം, സ്റ്റേറ്റ് അവരെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ പൊതുമണ്ഡലവും ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കണം. അതോടൊപ്പം തന്നെ പൊതുമണ്ഡലം ഒറ്റക്കെട്ടായി ഈ കാട്ടാള സംഘടനയായിട്ടുള്ള SFI എന്ന് പറഞ്ഞ സംഘടന ഇനി കേരളത്തിൽ വേണ്ട എന്ന് ഒരൊറ്റ ശബ്ദത്തിൽ തോളോട് തോൾ ചേർന്നെന്ന് പറയാൻ കേരളത്തിലെ പൊതുമണ്ഡലത്തിനും കഴിയണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.